1945 ഓഗസ്റ്റ് 6 മാനവരാശിക്ക് ഒരിക്കലും മറക്കാനാകാത്ത ദിവസം. ലോകത്ത് ആദ്യമായി മനുഷ്യനുമേൽ അണുബോംബ് പ്രയോഗിക്കപ്പെട്ട ദിനം. പ്രിയ കൂട്ടുകാരെ, 75 വർഷങ്ങൾക്ക് മുമ്പ് ഓഗസ്റ്റ് 6 ജപ്പാനിലെ ഹിരോഷിമ നഗരം അമേരിക്ക വർഷിച്ച ആറ്റം ബോംബിനാൽ എരിഞ്ഞമർന്നത്. 2 ദിവസത്തിന് ശേഷം ആഗസ്റ്റ് 9 ജപ്പാനിലെ മറ്റൊരു നഗരമായ നാഗസാക്കിയിലും അമേരിക്ക അതിമാരകമായ ഹൈഡ്രജൻ ബോംബ് വർഷിച്ചു. ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബ് 1.5 ലക്ഷം പേരെയാണ് കൊന്നൊടുക്കിയത്. നാഗസാക്കിയിൽ വർഷിച്ച പ്ലൂട്ടോണിയം ബോംബ് 80,000 പേരെയും. എന്നാൽ 5 വർഷത്തിന് ശേഷം ജപ്പാനിൽ നടന്ന ദേശീയ സെൻസസിൽ 2,80,000 പേർ ആണവ ദുരന്തത്തിൽ മരിച്ചതായി കണ്ടെത്തി. അതിഭീകരമായിരുന്നു അണുബോംബ് വർഷിക്കപ്പെട്ട ആ ദിവസം. ഭൂനിരപ്പിൽ നിന്ന് 1800 അടി ഉയരത്തിൽ നിന്ന് പൊട്ടിത്തെറിച്ച അണുബോംബിൻ്റെ കേന്ദ്രത്തിലെ താപനില 1 കോടി ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ഏതാണ്ട് സൂര്യനിലെ താപനിലയ്ക്ക് തുല്യം. ഭൂമിയോടടുത്തടുത്ത് വന്നതോടെ താപനില 4000 ഡിഗ്രി സെൽഷ്യസായി. 100 ഡിഗ്രി സെൽഷ്യസിലാണല്ലോ ജലം തിളയ്ക്കുന്നത്. തിളയ്ക്കുന്ന ജലം ദേഹത്ത് വീണാലുള്ള സ്ഥിതി നമുക്കറിയാം. അപ്പോൾ 4000 ഡിഗ്രി താപനിലയുള്ള തീഗോളം ഹിരോഷിമയിൽ വിതച്ച നാശം എത്ര ഭീകരമാണെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. 3 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിലുള്ള സർവസ്വവും ഭസ്മമായി. വീടുകൾ, കെട്ടിടങ്ങൾ, മനുഷ്യർ എല്ലാം. ഈ അഭിശപ്ത മുഹൂർത്തങ്ങളിലെടുത്ത അപൂർവമായ ഫോട്ടോകൾ ആരുടെയും കരളലിയിപ്പിക്കുന്നതാണ്. ദുസ്സഹമായ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ പലരും പ്രതീക്ഷയോടെ ഓഹാത്തോ നദിയിലേക്ക് എടുത്തുചാടി.
പക്ഷേ അത്യുഷ്ണത്താൽ നദീജലവും തിളച്ചു മറിയുകയായിരുന്നു. നദിയിലേക്ക് എടുത്തു ചാടിയവർക്ക് വെന്തു മരിക്കേണ്ടി വന്നു. അണുബോംബ് സ്ഫോടനത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരുടെ വിവരണങ്ങൾ ഞെട്ടലോടെ മാത്രമേ നമുക്ക് കേൾക്കാൻ കഴിയൂ. ഞാൻ അടുത്ത ദിവസം എരിഞ്ഞു ചാമ്പലായി കിടന്ന സ്കൂൾ കെട്ടിടവും കടന്ന് സ്വന്തം വീടിനെ ലക്ഷ്യമാക്കി നടന്നു. വഴിക്ക് തെരുവിൽ കണ്ട കാഴ്ച ഭയാനകമായിരുന്നു. ഒരമ്മയും കുഞ്ഞും നിന്ന നിൽപ്പിന് ചാമ്പലായ അവസ്ഥയിൽ. ആ അമ്മയുടെ ഒരു കാലടി വായുവിൽ ഉയർന്നു നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു. അവർക്ക് ചുറ്റും എല്ലാം നിന്ന നിൽപ്പിൽ കരിഞ്ഞു നിൽക്കുന്നു. പാവം കുഞ്ഞ്. അവൾ ഒരുപക്ഷെ ആകാശത്തെ ഇരമ്പൽ കേട്ട് ആഹ്ലാദപൂർവം വിരൽ മേലോട്ടുയർത്തിയതാവാം. ഇരമ്പി വന്ന ആ വിമാനത്തിൻ്റെ വയറ്റിൽ എല്ലാം ചാമ്പലാക്കുന്ന മരണമാണെന്ന് ആ അരുമ എങ്ങനെ അറിയുവാൻ? പ്രിയ കൂട്ടുകാരെ, അണുബോംബ് സ്ഫോടനം നടക്കുന്നതോടൊപ്പം കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശം ചുറ്റും പരക്കുന്നു. അതോടൊപ്പം ഏതാണ്ട് 2.5 കിലോമീറ്റർ ചുറ്റളവിലേക്കും അത്യന്തം ഹാനികരമായ അണുവികിരണം റേഡിയേഷൻ വ്യാപിക്കുന്നു. സ്ഫോടനത്തിന് ശേഷം ഭീമാകാരമായ കൂൺമേഘം രൂപം കൊള്ളുന്നു. അപകടകരമായ ആണവ വികിരണം നടത്തുന്ന ഈ കൂൺമേഘം ആയിരക്കണക്കിന് കിലോമീറ്റർ ചുറ്റും വ്യാപിക്കുകയും അവിടങ്ങളിലെ ജീവജാലങ്ങളെ പതുക്കെ മരണത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. കൂട്ടുകാരെ, ഇന്ന് ലോകരാജ്യങ്ങളിൽ പലരുടെയും കൈവശം ആയിരക്കണക്കിന് ആറ്റം ബോംബുകളാണുള്ളത്. ഇന്നത്തെ ആറ്റം ബോംബുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഹിരോഷിമയിലും നാഗസാക്കിയിലും വർഷിക്കപ്പെട്ട ബോംബുകൾ വെറും ഏറുപടക്കങ്ങളായിരുന്നുവെന്ന് പറയേണ്ടി വരും. നമ്മുടെ ഭൂമിയെ 50 പ്രാവശ്യം ചുട്ടരിക്കാൻ ശക്തിയുള്ള അണുബോംബുകളാണ് പല രാജ്യങ്ങളുടെയും കൈവശമുള്ളത്. തിരിച്ചടികളിൽ പതറരുത് എന്ന മഹത്തായ സന്ദേശം കൂടി ഹിരോഷിമയും നാഗസാക്കിയും നമുക്ക് നൽകുന്നുണ്ട്. അമേരിക്കയിലെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന നഗരങ്ങളായി ഇന്ന് ഹിരോഷിമയും നാഗസാക്കിയും മാറിയിരിക്കുന്നു. ജപ്പാനിലെ പ്രധാന വ്യവസായ വാണിജ്യ കേന്ദ്രങ്ങളാണ് ഇന്ന് ഹിരോഷിമയും നാഗസാക്കിയും. പ്രിയ കൂട്ടുകാരെ, യുദ്ധത്തിനെതിരെ അണിനിരക്കാനുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓരോ ഹിരോഷിമ നാഗസാക്കി ദിനങ്ങളും. യുദ്ധഭീകരതയിൽ കൊല്ലപ്പെട്ടവരെ അനുസ്മരിക്കാനും യുദ്ധരഹിത ലോകത്തിനായി പ്രയത്നിക്കാനും കൂട്ടുകാർക്ക് കഴിയണം. ഹിരോഷിമയിൽ അണുബോംബ് സ്ഫോടനത്തിൽ ചാമ്പലായ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഓർമ്മക്കായി പണിതുയർത്തിയ സ്മാരകത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഇല്ല, ഈ കടുത്ത കുറ്റം ഇനി ഒരിക്കലും ആവർത്തിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. നമുക്ക് ഈ വാക്കുകൾ പാലിക്കാനാകുമോ? പ്രിയ കൂട്ടുകാരെ, നമുക്ക് അണിചേരാം. സമാധാനത്തിനായി, ലോകസമാധാനത്തിനായി, യുദ്ധരഹിത ലോകത്തിനായി, അണ്വായുധ വിമുക്ത ലോകത്തിനായി. യുദ്ധം മരണമാണ്, സമാധാനം ജീവിതവും.